തായ്ലൻഡിലേക്കുള്ള യാത്രയുടെ തുടക്കം ആലുവയിൽ നിന്നാണ്. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കൊച്ചി എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുന്നത്. യാത്രയുടെ ഒരു ചെറിയ ആവേശവും മനസ്സിലുണ്ട്. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകുകയാണ്. അങ്ങനെ ആലുവയിൽ നിന്ന് കൊച്ചി എയർപോർട്ടിലെത്തി. വിമാനം രാത്രി 11:30-നാണ്. എയർപോർട്ടിലെത്തിയ ശേഷം ഭാഗമായി ടെർമിനലിലേക്ക് കയറി. ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് എടുത്തു. ഇമിഗ്രേഷൻ നടപടികളും പൂർത്തിയാക്കി എയർപോർട്ടിനുള്ളിലേക്ക് കയറി. ഇവിടെ വെച്ചാണ് സഞ്ചാരം ടീമിനൊപ്പം ഞാൻ ചേരുന്നത്. സഞ്ചാരം ടീമിനൊപ്പമാണ് ഇത്തവണത്തെ യാത്ര. പുറത്ത് തായ് ലയൺ എയർ വിമാനം. അതാണ് ഞങ്ങളുടെ വിമാനം. രാത്രിയായതിനാൽ എയർപോർട്ടിന് പുറത്താകെ ഇരുട്ടാണ്. റൺവേയിലെയും വിമാനത്താവളത്തിലെയും ലൈറ്റുകൾ മാത്രം തെളിഞ്ഞു നിൽക്കുന്നു. ബോർഡിംഗ് തുടങ്ങിയപ്പോൾ ഞങ്ങളും പതിയെ വിമാനത്തിലേക്ക് കയറി. സീറ്റിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ദൂരെ എയർപോർട്ടിലെ ലൈറ്റുകൾ മാത്രം. വിമാനം റൺവേയിലേക്ക് നീങ്ങി. പതിയെ വേഗത കൂടി. Your life jacket is located under your seat. അങ്ങനെ കൊച്ചിയുടെ മണ്ണിൽ നിന്ന് വിമാനം പറന്നുയർന്നു. താഴേക്ക് നോക്കിയപ്പോൾ കൊച്ചിയിലെ രാത്രി വെളിച്ചങ്ങൾ ചെറുതായി കാണാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വെളിച്ചങ്ങളും പതിയെ അകന്നുപോയി. പിന്നെ ജനലിനപ്പുറം ഇരുട്ട് മാത്രം. രാത്രിയുടെ നിശബ്ദതയിൽ വിമാനം തായ്ലൻഡിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പറന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ദൂരെ ചെറിയ വെളിച്ചങ്ങൾ കാണാം. പിന്നെ വീണ്ടും ഇരുട്ട്. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. പുലർച്ചയോടെ പുറത്ത് ചെറിയ വെളിച്ചം കണ്ടു തുടങ്ങി. രാത്രിയുടെ ഇരുട്ട് പതിയെ മാറി. വിമാനം തായ്ലൻഡിനോട് അടുക്കുകയായിരുന്നു. താഴേക്ക് നോക്കിയപ്പോൾ ചെറിയ ചെറിയ കെട്ടിടങ്ങളും റോഡുകളും കാണാൻ തുടങ്ങി. പിന്നെ നഗരത്തിൻ്റെ കാഴ്ചകൾ കൂടുതൽ വ്യക്തമായി. രാവിലെ ഏകദേശം 8 മണിയോടെ വിമാനം ബാങ്കോക്കിലെ ഡോൺ മ്യൂയാങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ റൺവേയിലേക്ക് ഇറങ്ങി. അങ്ങനെ ആലുവയിൽ നിന്ന് ഒറ്റയ്ക്ക് തുടങ്ങിയ യാത്ര കൊച്ചി എയർപോർട്ടിൽ സഞ്ചാരം ടീമിനൊപ്പം ചേർന്ന് ഒടുവിൽ തായ്ലൻഡിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഇനി ഞങ്ങളുടെ യാത്ര പട്ടായയിലേക്കാണ്. അവിടെ ചില ക്ഷേത്രങ്ങൾ കാണണം. പിന്നെ ടൈഗർ ടോപ്പിയ, സഫാരി പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിക്കാനുണ്ട്. അതിനുശേഷം വീണ്ടും ബാങ്കോക്കിലേക്ക്. ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് യാത്രയിലൂടെ തന്നെ കാണാം. യാത്ര ഇവിടെ തുടങ്ങുകയാണ്. പാസ്പോർട്ട് ഡയറീസ് മലയാളം.